പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായി ഞങ്ങൾ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഈ നവംബർ മാസത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഓർക്കുന്ന ഒരു സമയമാണല്ലോ. ഈ സമയം എല്ലാ ആത്മാക്കളെയും കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു. കർത്താവ്, ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാതെയും കർത്താവെ തിരുവചനത്തിന് കാതുകൊടുക്കാതെയും ലോകത്തിന്റെ ജീവിതത്തിലായിപ്പോയി ഇന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയി ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബലികളും കാഴ്ചകളും ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളും സ്വീകരിച്ച് ഈ ആത്മാക്കൾക്ക് വിടുതലും രക്ഷയും നൽകണമേ. തിരുമുഖത്തിന്റെ ദർശനം പ്രകാശത്തിന്റെ നാട്ടിലേക്ക് മക്കളെ അങ്ങ് സ്വീകരിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ നവംബർ മാസം 24-ാം തീയതി നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൂദാശ ജീവിതത്തിന്റെ മേഖലയിൽ വീഴ്ച വന്നുപോയ ആത്മാക്കള്. നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് മാമോദീസായിലാണ്. മാമോദീസായിൽ ദൈവം നമുക്ക് അവിടുത്തെ ആ കൃപ തരാനായി നമ്മുടെ ഉത്ഭവ പാപത്തിൽ നിന്നും മോചിപ്പിച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ഛായ പതിപ്പിച്ച് നമ്മളെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനമാക്കി അവിടുന്ന് വിശദീകരിച്ച് വേർതിരിച്ച് അവിടുന്ന് സ്വന്തമാക്കി. അതോടുകൂടി നമ്മളൊക്കെ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറി. ലോകത്തിന്റെ മനുഷ്യനല്ല, നമ്മൾ സൃഷ്ടിയുടെ ആ ഒരു നിലയിൽ നിന്നും ദൈവത്തിന്റെ മക്കളുടെ പദവിയിലേക്ക് നമ്മൾ ഉയർന്നു. ഈ പദവിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് കൂദാശകൾ തന്നേക്കുന്നത്. നമുക്കറിയാം, കൂദാശ എന്ന് പറയുന്നത് അദൃശ്യമായിട്ടുള്ള വരപ്രസാദം നമുക്ക് നൽകുന്ന ദൃശ്യമായിട്ടുള്ള അടയാളങ്ങളാണ്. കൂദാശകളിലൂടെ, വിശുദ്ധ കുമ്പസാരത്തിലൂടെ, അതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ ഒക്കെ സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിൽ തന്നെ വിശുദ്ധ കുർബാനയിലെ അത്ഭുതങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതുപോലെ കുമ്പസാരത്തില് വലിയൊരു വിടുതൽ ലഭിക്കുന്നുണ്ട്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മൾ സ്ഥിരീകരിക്കപ്പെട്ടു. കർത്താവിന്റെ തീരെ പോരാളികളായിട്ട് മാറി. നമ്മൾ എവിടെയായിരുന്നാലും കർത്താവിന് സാക്ഷ്യം നൽകാനായിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് നമ്മൾ ഈ ജീവിതത്തിലായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, കൂദാശകൾ നമ്മെ വിശുദ്ധീകരിക്കുന്നതാണ്, നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്നതാണ്, നമ്മുടെ ആത്മാവിനെ നവീകരിക്കുന്നതാണ്, നമുക്ക് ജീവന്റെ സമൃദ്ധി നൽകുന്നതാണ്, രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്, സ്വർഗീയ പ്രകാശം കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവരാണ് നിങ്ങൾ. തുടർന്ന് വായിക്കുകയാണ്, ഇപ്രകാരം ഈ ദൈവത്തിന്റെ ആ വചനത്തിന്റെ ശക്തിയൊക്കെ ആസ്വദിച്ച നിങ്ങൾ വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അനുതാപത്തിലേക്ക് ആനയിക്കാൻ വേറെ ഒരു ബലിയില്ല. ഈശോയുടെ ആ കുരിശിലെ മരണത്തിലൂടെ നമുക്ക് കിട്ടിയത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വീണ്ടും പാപം ചെയ്യുമ്പോൾ നീ വീണ്ടും യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുകയാണ്. അവിടുത്തെ വീണ്ടും നീ ശിക്ഷയ്ക്ക് വിധിക്കുകയാണ്, അല്ലെങ്കിൽ കർത്താവിന് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, കൂദാശകളിലൂടെ കിട്ടുന്ന ആ വലിയ കൃപയെക്കുറിച്ചാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്രകാരം ആ കൂദാശകളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ, ആ അഭിഷേകത്തിൽ ജീവിക്കാൻ കഴിയാതെ ഇന്ന് മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എത്രയോ വലിയ കൃപകളാണ് നമുക്ക് ഒരുക്കി തന്നേക്കുന്നത്. തൻ്റെ തന്നെ ആ മരണത്തിലൂടെ നമുക്ക് നേടിത്തുന്ന രക്ഷ ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ദൈവവുമായിട്ട് രമ്യതപ്പെടണം, സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടണം. നീ ബലിയർപ്പിക്കാനൊക്കെ വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ബലിപീഠത്തിൽ നീ എത്തുമ്പോ നിനക്ക് നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് കാണുന്ന പക്ഷം നീ പോയി നിന്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെട്ടു വന്നിട്ട് ബലിയർപ്പിക്കുക. അപ്പോൾ ഈ കുമ്പസാരത്തിന്റെയും വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യങ്ങൾ എത്രത്തോളം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു തന്റെ വചനത്തിലൂടെ. അപ്പോൾ കൃപയിൽ നിറഞ്ഞ് ജീവിക്കാൻ, അഭിഷേകത്തിന്റെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ കണ്ടല്ലോ പ്രിയമുള്ളവരെ, നമ്മുടെ പൗരത്വം എന്നത് സ്വർഗത്തിലാണ്. ഫിലിപ്പിയർ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തില് നമ്മൾ വായിച്ചു കേട്ടതാണ്. ആ സ്വർഗത്തിന്റെ ആ പൗരത്വം, ആ ഒരു കൃപയുടെ സമൃദ്ധിയിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മേഖലയിലൊക്കെ വന്നുപോയ വീഴ്ചകള്, ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരാൻ കഴിയാതെ പോയ അവസ്ഥകളൊക്കെ കാരണങ്ങൾ പലതുണ്ടാകാം. ചിലപ്പോൾ നമ്മൾ അതിനോടുള്ള നിസ്സംഗതയായിരിക്കാം. എന്തായാലും ഇപ്രകാരം ആത്മാവിന്റെ അഭിഷേകമില്ലാതെ, വിശുദ്ധിയില്ലാതെ ദൈവത്തെ ദർശിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് നമുക്ക് കിട്ടുന്ന കൂദാശകളിലൂടെയാണ്. മനഃപൂർവ്വം ഈ മേഖലയൊക്കെ ലാഘവത്വത്തോടെ കണ്ട്
ഇന്ന് മരണം മൂലം വേർപിരിഞ്ഞ് ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്താം. ദൈവം നമുക്ക് നൽകിയ അവസരമാണ്. നമുക്ക് എന്തുകൊണ്ട് ഭയമുണ്ടാകുന്നത്? ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണ്. കൂടെ നടക്കുന്ന ദൈവം, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം, ജീവന്റെ സമൃദ്ധി നൽകാൻ ആഗ്രഹിക്കുന്ന ദൈവം, സംരക്ഷണം നൽകുന്ന കർത്താവ്. ആ കർത്താവിന്റെ സംരക്ഷണത്തില് കൃപാവരത്തിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് തിരിച്ചറിയാതെ ആത്മീയ മേഖല മൂടപ്പെട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് കൂദാശകളില്ലാതെ പ്രാർത്ഥനയില്ലാതെ അതുപോലെ ലോകത്തിന്റെ ജീവിതം നയിച്ചു പോയവര്, അവർക്ക് ദൈവത്തിന്റെ പക്കലേക്ക് എത്തുക ബുദ്ധിമുട്ടാണ്. അവര് ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നു. അവർ ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കും. നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് നൽകിയ ആ ജീവൻ നൽകുന്ന കൂദാശകൾ, രക്ഷ നൽകുന്ന കൂദാശകൾ യഥാർത്ഥത്തിൽ ഒരുക്കത്തോടെ സ്വീകരിക്കാൻ കഴിയാതെ ലോകത്തിൽ ജീവിച്ച് മരണം മൂലം ഞങ്ങളിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് പുറപ്പെട്ട ആത്മാക്കൾ ശുദ്ധീകരണാവസ്ഥയിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെയും ക്രമപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും കൃപയുടെ സമൃദ്ധിയില് അഭിഷേകത്തിൽ ജീവിക്കാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണല്ലോ നിത്യജീവൻ. ഈ നിത്യജീവന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് മരണം മൂലം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വേർപിരിഞ്ഞു പോയ ആത്മാക്കള്, കൂദാശയില്ലാതെ പ്രാർത്ഥനയില്ലാതെ അഭിഷേകമില്ലാതെ ലോകത്തിന്റെ ജീവിതം നയിച്ചു പോയ ആത്മാക്കളെ കർത്താവെ വിശുദ്ധീകരിക്കണമേ, കുറവുകളെ പരിഹരിക്കണമേ. എളിയവരായി ഞങ്ങളുടെ ബലികളും കാഴ്ചകളും സ്വീകരിച്ച് അവർക്ക് നിത്യവിശ്രമം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ കുടുംബത്തിലും തലമുറയിലുമുള്ള എല്ലാ ആത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടി, മോചനത്തിനു വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ.